വരട്ടെ സാറേ, വെറുതെ സാറേ, എന്താ സാറേ, വിട് സാറേ. സാറേ, ഈ സിനിമയില് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത വാക്ക് സാറേ ആയിരിക്കും. വിനായകനും കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും മമ്മൂട്ടിയും എല്ലാം സാറേ സാറേ പാടുന്നത് കുറച്ച് ഓക്വേർഡ് ആയിരുന്നു. ഇതുവരെ ഒരു ക്രൈം ത്രില്ലർ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പടങ്ങളിലും ഞാൻ ഇത്രയധികം സാറേ വിളി കേട്ടിട്ടില്ല. വിനായകന്റെയും മമ്മൂട്ടിയുടെയും കളങ്കാവൽ കൊള്ളാം. ഒരുപാട് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾക്കിടയിൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ലാത്ത മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവി. പക്ഷെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി സ്ത്രീകളെ കൊല്ലുന്ന സീരിയൽ കില്ലറായ വില്ലനായിട്ട് വേഷമിടുന്നു എന്നത് മാത്രമാണ് ഈ സിനിമയിലെ പുതുമ. റിയലി എക്സിസ്റ്റിംഗ് ആയിരുന്ന സൈനൈഡ് മോഹൻ എന്ന കില്ലറുടെ ജീവിതകഥയെ ആസ്പദമാക്കി വന്ന സിനിമയാണിത്. പക്ഷെ ഫാൻസിനെ ഏകീകരിക്കുന്ന പോലെ ഇതിലുള്ളത് മുഴുവൻ റിയൽ ഇൻസിഡൻസ് ഒന്നും അല്ല. മോഹന്റെ കഥ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്ത് ഇതിലെ റൈറ്റർ അയാളുടെ എലമെന്റ്സ് ആഡ് ചെയ്തുണ്ടാക്കിയതാണ് കളങ്കാവല്. ഒരു റിയലിസ്റ്റിക് ആയ സിനിമയുടെ കൂടെ അല്പം സിനിമാറ്റിക് കാര്യങ്ങളും കൂടെ ആഡ് ഓൺ ചെയ്താണ് കളങ്കാവൽ ഒരുക്കിയിരിക്കുന്നത്. അതായത് ഏകദേശം കണ്ണൂർ സ്ക്വാഡ് പോലെ. പക്ഷെ ഇത് റിയലിസ്റ്റിക്കിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു, എന്നാൽ സിനിമാറ്റിക്കിലേക്ക് ഒട്ടും എത്തിയതുമില്ലെന്ന് പറയാം. ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ഈ ഒരു കില്ലിംഗ്, അതാണ് ഈ സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് മൂവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. നന്നായിട്ട് ടെൻഷൻ ബിൽഡ് ചെയ്ത് സ്റ്റാൻലി എന്ന ആളെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയ തക്കവണ്ണം വന്നൊരു സീൻ. ആ ടൈമിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും കളർ ഗ്രേഡിങ്ങും എല്ലാം ആ ഒരു ഹൊറർ മൂഡ് നിലനിർത്തി. ഈ സിനിമ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് പോയത്. ഒരുപാട് ഹൈ മൊമെന്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന സീനുകൾ ഉണ്ടായിട്ട് പോലും ഈ സിനിമയുടെ ഗ്രാഫ് കോൺസ്റ്റന്റ് ആയിരുന്നു. സ്റ്റാൻലി ആയിട്ടുള്ള മമ്മൂട്ടിയുടെ പ്രകടനം അടിപൊളിയായിരുന്നു. അങ്ങേരുടെ കോസ്റ്റ്യൂംസും ട്രിവാൻഡ്രം സ്ലാങ്ങും ക്രൂക്കഡ് ബ്രെയിനും അത് എക്സ്പോസ് ചെയ്യുന്ന എക്സ്പ്രഷൻസും എല്ലാം അടിപൊളിയായിട്ട് മമ്മൂട്ടി ചെയ്തു വെച്ചു. പക്ഷെ ഈ സിനിമയിൽ എന്റെ ലോജിക്കിനോട് ചേരാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ ഒരു കാഴ്ചപ്പാടില് മമ്മൂട്ടിക്ക് ഈ പടത്തിൽ 50 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്നുണ്ട്. സിനിമയിൽ പക്ഷെ 40+ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏകദേശം 30ഓളം സ്ത്രീകളെ വളയ്ക്കാനും അവരെ വിശ്വസിപ്പിച്ച് കൂടെ കൊണ്ടുവരാനും മാത്രം സ്റ്റാൻലി ഒന്നും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല. ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു എഫേർട്ട് പോലും ഇടുന്നതായിട്ട് കാണിക്കുന്നില്ല. കല്യാണം നടക്കാത്തതും വിധവകളുമായിട്ടുള്ള സ്ത്രീകൾ 50 വയസ്സിന് മുകളിലുള്ള ഒരു പുരുഷനായിട്ട് പെട്ടെന്ന് കയറി ഒട്ടുന്നതൊന്നും അത്ര കൺവിൻസിംഗ് അല്ല. അറ്റ്ലീസ്റ്റ് അയാൾ അവരെ ട്രാപ്പിൽ പെടുത്താനുള്ള ആ ഒരു കഴിവെങ്കിലും കാണിക്കണമായിരുന്നു. ഇതൊരു നടന്ന സംഭവമാണെങ്കിലും ഒരാളുടെ മനസ്സിൽ കയറി പറ്റുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. റിയൽ സൈനൈഡ് മോഹൻ ഇട്ടതിന്റെ 10% എഫേർട്ട് പോലും ഇതിൽ സ്റ്റാൻലിയുടെ ക്യാരക്ടറിന് റൈറ്റേഴ്സ് കൊടുത്തിട്ടില്ല. രജിഷ വിജയൻ അവതരിപ്പിച്ച അവിവാഹിതയായ ചെറുപ്പക്കാരിയായ സ്ത്രീ പോലും സ്നേഹിക്കാൻ തക്കവണ്ണമുള്ള ക്വാളിറ്റിയോ ആകർഷണമോ മമ്മൂട്ടിയുടെ ക്യാരക്ടറിന് ഇതിൽ തോന്നിയില്ല. സ്റ്റാൻലി എന്ന ക്യാരക്ടറുടെ വൈൽഡായ ആ ഒരു ക്രൂവൽ ആയിട്ടുള്ള ഒരു വശം കാണണമെങ്കിൽ ഈ കഥയിൽ അല്പം വയലൻസും ഇന്റിമേറ്റ് സീൻസും ഒക്കെ വേണമായിരുന്നു. അതത്ര ഓക്വേർഡ് ആയിട്ടുള്ളതാവണമെന്നൊന്നുമില്ല. പക്ഷെ വില്ലൻ മമ്മൂട്ടി ആയതിനാൽ അതിലെല്ലാം കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വന്ന പോലെ തോന്നി. സീരിയസ്ലി ആ ഫസ്റ്റ് സീനിലും മണിയെ കൊല്ലുന്ന സീനിലും അല്ലാതെ ഈ ക്യാരക്ടർ ഒരു ക്രൂവൽ ആണെന്നോ അല്ലെങ്കിൽ അയാളെ കണ്ടാൽ ഒരു പേടിയോ പോലും എനിക്ക് വരാതിരുന്നതിന് പിന്നിലെ കാരണം ആ ക്രൂവാലിറ്റി എക്സ്പോസ് ചെയ്യുന്ന സീനുകൾ ഇല്ലാത്തതിനാലാണ്. മമ്മൂട്ടി ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നു. ഇതിലുപരി ഈ സിനിമയുടെ എക്സൈറ്റിംഗ് ഫാക്ടർ മിസ്സിംഗ് ആയിരുന്നു. മമ്മൂട്ടിക്ക് പകരം കുറച്ച് വയലൻസും ഇന്റിമേറ്റ് സീനുകളും ആഡ് ചെയ്ത് ബിജു മേനോനോ ഇന്ദ്രജിത്തോ പോലുള്ളവർ ആ ക്യാരക്ടർ ചെയ്തിരുന്നതിൽ കുറച്ചുകൂടെ കൺവിൻസിംഗ് ആയേനെ. ഒരു പോലീസ് ഓഫീസർ ആണെന്നുള്ളതും അയാളുടെ നായകന്റെ ടീമിൽ കയറാണ് എന്നുള്ളതൊക്കെ ഒരു സിനിമാറ്റിക് ഗിമ്മിക് ആയിട്ട് മാത്രമാണ് തോന്നിയത്. സ്റ്റാൻലിയുടെ ഐക്യുവോ നായകനെ കടത്തിവിട്ടുന്ന ചിന്താശേഷിയോ ഒന്നും സ്റ്റാൻലിക്ക് ഉള്ളതായിട്ട് സിനിമയിൽ കാണിച്ചിട്ടില്ല. താൻ പിടിക്കപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരു കില്ലറായിട്ടാണ് സ്റ്റാൻലിയെ തോന്നിയത്. ഈ സിനിമയിൽ ശരിക്കും ഒരു മിസ്കാസ്റ്റ് ആയിട്ട് തോന്നിയത് വിനായകനാണ്. ഇനി അദ്ദേഹം പോർട്രേ ചെയ്തത് ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഓഫീസറിനെയാണോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആളിനെയാണോ എന്നും മനസ്സിലായില്ല. കാരണം അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന വളരെ മിതമായിട്ട് മാത്രം സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ ചില സീനുകളിൽ പ്രോപ്പർ ആയിട്ട് ഐ കോണ്ടാക്ട് പോലും കൊടുക്കുന്നില്ല. സോ വിനായകൻ പോർട്രേ ചെയ്തത് എത്തരത്തിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ഓഫീസറിനെയാണെന്ന് മനസ്സിലായില്ല. വിനായകന്റെ മേലുദ്യോഗസ്ഥനും മിസ്കാസ്റ്റഡായിട്ടാണ് തോന്നിയത്. അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറിയും എപ്പോഴും കേസ് എന്താ എന്ന ചോദ്യവും അരോചകമായിരുന്നു. ഈ രണ്ടുപേർക്ക് മാത്രം അച്ചടി ഡയലോഗ്സും ബാക്കിയുള്ളവർക്ക് മുഴുവൻ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡയലോഗ്സും. അത് പ്രീ പ്ലാൻഡ് ആണോ അതോ അവരുടെ സംഭാഷണ രീതിയിലുള്ള അപാകതകളാണോ എന്ന് അറിയില്ല. മേ ബി സിംഗ് സൗണ്ട് ആയതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതും ആവാം. ഈ സിംഗ് സൗണ്ടിൽ തന്നെ വിനായകന്റെ ഡയലോഗ്സിന് ശബ്ദം കുറവും മമ്മൂട്ടിയുടെ സൗണ്ടിന് ശബ്ദം കൂടുതലുമാണ്. ഈ ഏറ്റക്കുറച്ചിലുകൾ ഇവർ ഒരുമിച്ചുള്ള സീനുകളിൽ പ്രകടമാണ്. മമ്മൂട്ടി കമ്പനി മുൻപ് ചെയ്ത ഡൊമിനിക്കിലും സിംഗ് സൗണ്ട് ഇഷ്യൂസ് പ്രകടമാണ്. ഈ കാലത്തും എന്തിനാണ് സിംഗ് സൗണ്ട് പരിപാടികൾ ചെയ്ത് ഇത്ര കഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇനി ഈ സിനിമയിലെ കുറച്ച് ലൂപ്പ് ഹോൾസിനെ പറ്റി ചർച്ച ചെയ്യാം. ഒന്നാമതായിട്ട് വിനായകൻ ഒരു മൊബൈൽ കടയിൽ ചെല്ലുമ്പോൾ അതിന്റെ ഓണറുടെ നിർദ്ദേശപ്രകാരം അയാളുടെ കട റെയ്ഡ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്. അത് തപ്പി ചെല്ലുമ്പോൾ സ്റ്റാൻലിയും വന്ന ആ ടീമിൽ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ടും അതിനെ പറ്റിയിട്ട് വിനായകൻ ഒരു അക്ഷരം പോലും സ്റ്റാൻലിയോട് ചോദിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. ആ സമയത്ത് തന്നെ സ്റ്റാൻലിയെ പറ്റിയിട്ട് ചുമ്മാ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയിരുന്നതിൽ ഇതിനു മുന്നേ പ്രതിയെ പിടിക്കാമായിരുന്നു. അതിനായിട്ട് അവന്റെ ഫോൺ ഒന്ന് ട്രേസ് ചെയ്താൽ മതിയായിരുന്നു. അതായത് സ്റ്റാൻലി പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ അയാളുടെ സ്വന്തം ഫോൺ ഈ കൊലകൾ നടത്തുമ്പോൾ കൂടെ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അവന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്താൽ തന്നെ അയാളെ പിടികൂടാം. കാരണം പോലീസ് ആയതിനാൽ ഏത് പാതിരേക്കും അവർക്ക് സബോർഡിനേറ്റ്സിന്റെ കോൾ വരാം.
ഇനി കൊലകൾ ചെയ്യുന്ന ദിവസം സ്റ്റാൻലി ഫോൺ കൊണ്ടുപോകാതിരുന്ന പോരെ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അതിന് എന്റെ ഉത്തരം, സ്റ്റാൻലി കൊന്നത് 30-ൽ പരം സ്ത്രീകളെയാണ്. ഇവരെ കൊല്ലുന്നതിന് മുൻപും പലവട്ടം ഇവരെ കാണാനും മാത്രമല്ല ഇവരെ വശീകരിക്കാനായിട്ടൊക്കെ ഒരുപാട് വട്ടം സ്റ്റാൻലി ഫ്രീക്വന്റ് ആയിട്ട് തമിഴ്നാടും കേരളവും ഒക്കെ സന്ദർശിച്ചിട്ടുണ്ട്. സോ അത്രയും തവണ ഒരു പോലീസായ സ്റ്റാൻലിക്ക് സ്വന്തം ഫോൺ ഇല്ലാതെ പോകാനാവുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല അങ്ങനെ ഒരു പേഴ്സണൽ ഫോൺ അയാൾക്ക് ഉള്ളതായിട്ടും അതുമായിട്ട് വിനായകനായിട്ട് കോൺടാക്ട് ഉള്ളതൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ സൈലന്റ് മോഹനെ പോലെ സ്റ്റാൻലി ഒരു സ്കൂൾ ടീച്ചർ ആയിരുന്നേൽ ഫോൺ എടുക്കാതെ പോകാമെന്ന ലോജിക്കൊക്കെ വർക്കായാണ്. പക്ഷെ സിനിമാറ്റിക് ആക്കിയപ്പോ ഇതിൽ അയാളെ പോലീസാക്കി. സോ ഇത് റിയൽ കഥയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കേണ്ടതില്ല. വർഷങ്ങൾക്ക് മുൻപ് 100-ലധികം പേര് ഒരു ദിവസം കയറിറങ്ങുന്ന ഒരു ബസ്സിലെ കണ്ടക്ടർ സ്റ്റാൻലിയുടെ മുഖം ഓർത്തെടുത്ത് വരപ്പിച്ചതെല്ലാം സിനിമയിൽ മാത്രമേ നടക്കൂ. അതും ആ കണ്ടക്ടർ ഒരു വട്ടം പോലും സ്റ്റാൻലിയെ ബസ്സിൽ വെച്ച് നോട്ട് ചെയ്യുന്നത് പോലും കാണിച്ചിട്ടില്ല. രജിഷയെയും കണ്ടക്ടറെയും കാണിക്കാനായിട്ട് രേഖാചിത്രത്തിന്റെ ആവശ്യമില്ല. ഓൾറെഡി കൾപ്രിറ്റ് ഒരു പോലീസാണെന്നും തമിഴ്നാട് പോലീസാണെന്നും ഒക്കെ തുമ്പ് കിട്ടി. ഫോണുകൾ റെയ്ഡ് ചെയ്ത ആ ടീമിലെ ആൾക്കാരുടെ ഫോട്ടോഗ്രാഫ്സ് കിട്ടിയിട്ടും അതിൽ ഓരോരുത്തരെ കാണിച്ച് ഐഡന്റിഫൈ ചെയ്യിപ്പിക്കാതിരുന്നതും എഴുത്തിലെ പാളിച്ച തന്നെയാണ്. രജിഷ വിജയന്റെ ക്യാരക്ടറിനെ ആദ്യം കൊല്ലാതെ വിട്ടതും പിന്നീട് രണ്ടാമത് വീണ്ടും കൊല്ലാതെ വിട്ടത് എന്തിനാണെന്നുള്ള റീസൺസും പടത്തിൽ പറഞ്ഞിട്ടില്ല. ഒരു കുട്ടിയെ നോക്കാനുള്ള ക്യാഷ് കയ്യിലുള്ളത് കൊണ്ടാണ് രജിഷ അന്ന് ആ ഗുളിക കഴിക്കാതിരുന്നത്. പക്ഷെ ആ സിനിമയിലെ രജിഷയുടെ വീട് കണ്ട പടുദാരിദ്ര്യമാണ്. ഓരോ സ്ത്രീകളെയും വളച്ചു വശത്താക്കിയിട്ടും സ്ത്രീകൾ മൊബൈൽ നമ്പർ കൊടുക്കാത്ത ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. ബസ്സിൽ വെച്ച് സ്റ്റാൻലി സംസാരിക്കുന്ന ഈ തമിഴ് സ്ത്രീയും കാറിൽ വരെ കയറിയിട്ട് നമ്പർ കൊടുക്കാത്ത ഈ സ്ത്രീയും അതിനുവേണ്ടി ഇരക്കുന്ന സ്റ്റാൻലിയും ഒന്നും ഒട്ടും കൺവിൻസിംഗ് അല്ലായിരുന്നു. ഇനി സ്റ്റാൻലിയെ പോലീസ് കണ്ടുപിടിച്ചത് പോട്ടെ, പക്ഷെ അയാൾ ഇരിക്കുന്ന ആ പഴയ വീട് എങ്ങനെ കണ്ടുപിടിച്ചു, അതെങ്ങനെ കണ്ടുപിടിച്ചെന്നോ അത് എവിടെയാണെന്നോ ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. മാത്രമല്ല സൈനൈഡ് കൊടുത്ത് കൊല്ലുന്നതിന് മുന്നുള്ള സ്ത്രീകളെ കൊന്നതിന് ശേഷം എന്ത് ചെയ്തെന്ന് കഥയിൽ പറയുന്നില്ല. അതായത് അവരുടെ ബോഡി എങ്ങനെ ഡിസ്പോസ് ചെയ്തു എന്നതിന് ഉത്തരവില്ല. ഇനി ഈ സിനിമയിലെ ഏറ്റവും വലിയ ഇമോഷണൽ ക്വസ്റ്റ്യൻ, ഈ പടത്തിൽ സ്റ്റാൻലി കൊന്ന പല സ്ത്രീകളുടെ കുടുംബവും അവരുടെ പോയ മക്കളുടെ തിരിച്ചുവരവ് കാത്തിരിക്കുകയാണ്. പക്ഷെ അവർ ചത്തോ അതോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള ജസ്റ്റിസ് കൊടുക്കാൻ, അറ്റ്ലീസ്റ്റ് അവരുടെ ഫാമിലിക്കുള്ള ആ ഒരു ജസ്റ്റിസ് കൊടുക്കാനായിട്ട് നായകനായിട്ടുള്ള വിനായകന് കഴിഞ്ഞിട്ടില്ല. കാരണം സ്റ്റാൻലി ആരെല്ലാം കൊന്നുവെന്നോ എവിടെയാണോ ബോഡി ഡിസ്പോസ് ചെയ്തതെന്നോ അറിയാതെ വിനായകൻ സ്റ്റാൻലിയെ കൊന്നു കളയുകയാണ്. സോ മരിച്ചുപോയവരുടെ തിരിച്ചുവരവ് കാത്തിരിക്കുന്ന ആ കുടുംബങ്ങളുടെ ജസ്റ്റിസ് നിഷേധിക്കുകയാണ് ഇവിടെ. കേൾക്കുമ്പോൾ ഇത് നിസ്സാരമായിട്ട് തോന്നിയേക്കാം, പക്ഷെ ഇതിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഞാനൊരു സിനിമയുടെ കഥ എഴുത്തുകാരനാണെന്ന് ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥനോട് ഫോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ സീക്രട്ട് ആയിട്ടുള്ള കില്ലിംഗ് ഫോർമുല പറഞ്ഞു കൊടുക്കാൻ മാത്രം മണ്ടന്മാരാണോ ഫോറൻസിക്കാര്? ആ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. അതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുന്നു. അത് ഭയങ്കര ഇല്ലോജിക്കൽ സീനായിട്ട് തോന്നി. ദൃശ്യം 2-ൽ അങ്ങനെയാണല്ലോ എന്ന് പറയണ്ട, കാരണം അതിൽ സായികുമാർ തന്റെ സുഹൃത്തായിട്ടുള്ള ഉദ്യോഗസ്ഥനെയാണ് വിളിക്കുന്നത്. പിന്നെ മറ്റൊരു ലോജിക്കില്ലായ്മ തോന്നിയത്, കേരളത്തിന് തമിഴ്നാട്ടിൽ ഇതുപോലെ കറങ്ങി നടക്കാൻ തക്കവണ്ണം അതും സ്വന്തം വണ്ടിയിൽ എങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സാധിക്കുന്നു എന്നും ഇതിൽ കാണിച്ചിട്ടില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണെങ്കിലും കറങ്ങി നടക്കാൻ തക്കവണ്ണം ലിബറൽ ആയിട്ടുള്ള ഒരു കേസിലോ ടീമിലോ ഉൾപ്പെട്ടിട്ടുള്ളത് കൃത്യമായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടില്ല. ഇനി മറ്റൊന്ന്, ക്ലൈമാക്സിൽ അമീർ എന്ന പേര് പറഞ്ഞിട്ട് ID കാർഡിലെ റിസപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ID കാർഡിലെ പേര് അമീർ എന്നാണോ? ആണെങ്കിൽ ആ ID കാർഡ് എങ്ങനെ അയാൾ സംഘടിപ്പിച്ചു അതും കാണിക്കുന്നില്ല. ID കാർഡിനെ പറ്റിയിട്ട് അവിടെ ഒരു തർക്കം ഉണ്ടാവുന്നുണ്ട്. അയാൾ തലേ ദിവസം അന്വേഷിച്ച് ID കാർഡ് വേണ്ടാത്ത സ്ഥലങ്ങളിലാണ് റൂം ബുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ ക്ലൈമാക്സിലെ ലോഡ്ജിലെ ആള് സ്റ്റാൻലി പ്രതീക്ഷിക്കാതെയാണ് അവന്റെ ID ചോദിക്കുന്നത്. പക്ഷെ അവിടെ അയാൾ അമീർ എന്ന ID ആണോ അതോ വേറെ ഏതെങ്കിലും ID ആണോ കൊടുത്തതെന്ന് കാണിക്കുന്നില്ല. മാത്രമല്ല അമീർ എന്ന പേര് പറഞ്ഞ് ഒറിജിനൽ ID ആയിരിക്കാം ചിലപ്പോൾ കൊടുത്തതെന്ന് വിചാരിച്ചാലും എന്തുകൊണ്ട് റിസപ്ഷനിലെ ആള് അത് അപ്പൊ തന്നെ അന്വേഷിച്ചില്ല? മാത്രമല്ല അയാൾ അപ്പൊ തന്നെ റൂം കൊടുക്കുകയും ചെയ്തു. ആ ഡീറ്റെയിലിംഗ് ഇവിടെ മിസ്സിംഗ് ആണ്. ശരിയാണ്, റിസപ്ഷനിസ്റ്റ് പോലീസുകാരനായിരിക്കാം, പക്ഷെ സ്റ്റാൻലിക്ക് അതറിയില്ല. സോ അതൊരു ഇല്ലോജിക്കൽ സീനാണ്. ഇതിൽ ദീപ്തി IPS എക്സ്പ്രഷനിലും മറ്റും ഇതെല്ലാം മുന്നേ അറിഞ്ഞു വന്ന ഒരാളെ പോലെ തന്നെയാണ് ഫീൽ ചെയ്യിപ്പിച്ചത്. പക്ഷെ പ്രോപ്പർ ആയിട്ട് ഗായത്രി ആരാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണമായിരുന്നു. അതും ഇതിലില്ല. സത്യം പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇനിയും ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് നമുക്ക് കണ്ടെത്താനാകും. ഇതെല്ലാം റൈറ്റിംഗിലെ പാളിച്ചകൾ തന്നെയാണ്. കളങ്കാവല്ലോ നിങ്ങൾ നോട്ടീസ് ചെയ്ത് ഇതുപോലുള്ള ഇഷ്യൂസ് ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ ഇല്ലോജിക്കൽ സീൻസ് എന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർ എക്സ്പ്ലനേഷൻസ് സിനിമയിൽ ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യണേ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പുതുമയൊന്നും ഇല്ലാത്ത മമ്മൂട്ടി എന്ന ഒരു ഫാക്ടർ കൊണ്ട് മാത്രം ഹിറ്റായ സിനിമയാണ് കളങ്കാവല്. ഈ സിനിമയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്.